ഹലോ ഫ്രണ്ട്സ്, PSC കോഡ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റാണ് നിങ്ങളിലേക്ക് എത്തിക്കാനുള്ളത്. മറ്റൊന്നുമല്ല, നമ്മുടെ LD ക്ലർക്കിൻ്റെ ഒരു 4 ജില്ലകളിലേക്കുള്ള കൺഫർമേഷൻ കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഏതൊക്കെ ജില്ലകളാണ് എന്നുകൂടി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം LD ക്ലർക്ക് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ് ആലപ്പുഴയാണ് കേട്ടോ. ആലപ്പുഴ 7/9/2024 എക്സാം. 7/9/2024. അതുപോലെ കൺഫർമേഷൻ കൊടുക്കേണ്ടത് 23/6/2024 മുതൽ 12/7/2024 വരെ കൺഫർമേഷൻ കൊടുക്കാം. അതുപോലെ അഡ്മിഷൻ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നത് 24/8/2024. 24/8/2024 മുതൽ അഡ്മിഷൻ ടിക്കറ്റ് നിങ്ങൾക്ക് പ്രൊഫൈലിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, പിന്നെ 1.5 മണിക്കൂറാണ് എക്സാം. ആ കാര്യമൊക്കെ നിങ്ങൾക്ക് അറിയാം. പിന്നെ 84,514 പേരാണ് ആലപ്പുഴ ജില്ലയിലേക്ക് LD ക്ലർക്കിന് അപ്ലൈ ചെയ്തിട്ടുള്ളത്. അതിപ്പോൾ കൺഫർമേഷൻ കഴിയുമ്പോൾ അതിൽ നിന്നും കുറയും. ഓക്കെ, അടുത്തത് പാലക്കാട് ജില്ലയാണ്. ക്ലർക്ക് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ് പാലക്കാട് ജില്ല. പാലക്കാട് ജില്ലയിലും 7/9/2024 എക്സാം. അതേപോലെ 23/6/2024 മുതൽ 12/7/2024 വരെ കൺഫർമേഷൻ കൊടുക്കാനുള്ള അവസരമുണ്ട്. അതുപോലെ 24/8/2024 മുതൽ അഡ്മിഷൻ ടിക്കറ്റ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അതുപോലെ 1.5 മണിക്കൂറാണ് എക്സാം. അതുപോലെ 1,12,467 പേരാണ് പാലക്കാട് ജില്ലയിലേക്ക് അപ്ലൈ ചെയ്തിട്ടുള്ളത്. അതും കൺഫർമേഷൻ കഴിയുമ്പോൾ കുറയുന്നതായിരിക്കും. ഓക്കെ, ഇനി അടുത്ത 2 ജില്ല കൂടി നമുക്ക് നോക്കാം. അടുത്ത 2 ജില്ല കോട്ടയമാണ്. LD ക്ലർക്ക് ഡയറക്ട് റിക്രൂട്ട്മെൻറ്റ് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ് കോട്ടയം 28/9/2024 ശനിയാഴ്ചയാണ് എക്സാം. 28/9/2024 ശനിയാഴ്ചയാണ് എക്സാം. അതുപോലെ കൺഫർമേഷൻ കൊടുക്കേണ്ട തീയതി എന്ന് പറയുന്നത് 23/6/2024 മുതൽ 12/7/2024 വരെയാണ് ഇതിൻ്റെ കൺഫർമേഷൻ കൊടുക്കാനുള്ള അവസരമുള്ളത്. അതുപോലെ 13/9/2024 മുതൽ നിങ്ങൾക്ക് അഡ്മിഷൻ ടിക്കറ്റ് പ്രൊഫൈലിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. അതുപോലെ തന്നെ 1.5 മണിക്കൂറാണ് എക്സാം. 60,593 പേരാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. കോട്ടയം LD ക്ലർക്ക് കോട്ടയം ജില്ലയിലേക്ക് അപ്ലൈ ചെയ്തിട്ടുള്ളവർ 60,593. അതും കൺഫർമേഷൻ കഴിയുമ്പോൾ അതിൽ നിന്നും കുറയും. അതുപോലെ അടുത്തത് ക്ലർക്ക് ഡയറക്ട് റിക്രൂട്ട്മെൻറ്റ് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ് കോഴിക്കോട് ജില്ലയിലേക്ക് കൺഫർമേഷൻ കൊടുക്കാനുള്ള ഇതാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ എക്സാം നടക്കുന്നത് 28/9/2024 ശനിയാഴ്ച തന്നെയാണ്. അതുപോലെ കൺഫർമേഷൻ കൊടുക്കേണ്ട തീയതി എന്ന് പറയുന്നത് 23/6/2024 മുതൽ 12/7/2024 വരെ കൺഫർമേഷൻ കൊടുക്കാനുള്ള അവസരമുണ്ട്. അതുപോലെ തന്നെ 13/9/2024 നിങ്ങൾക്ക് പ്രൊഫൈലിനകത്ത് ഹാൾ ടിക്കറ്റ് വരും, ഡൗൺലോഡ് ചെയ്തെടുക്കാം. അതുപോലെ 1.5 മണിക്കൂറാണ് എക്സാം. 1,32,066 പേരാണ് കോഴിക്കോട് ജില്ലയിലേക്ക് LDC അപ്ലൈ ചെയ്തിട്ടുള്ളത്. അതും കൺഫർമേഷൻ കഴിയുമ്പം എണ്ണം കുറയുന്നതായിരിക്കും. ഓക്കെ, ഇതാണ് LD ക്ലർക്കിൻ്റെ ഇപ്പോൾ കൺഫർമേഷൻ കൊടുക്കാനുള്ള വന്നിട്ടുള്ളത്. ഓൾറെഡി നേരത്തെ തിരുവനന്തപുരം, അതുപോലെ തന്നെ കൊല്ലം, പത്തനംതിട്ട ഒക്കെ ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു 4-5 ജില്ലകൾ ഓൾറെഡി നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. കൺഫർമേഷൻ കൊടുക്കാനുള്ള ഡേറ്റൊക്കെ അതിൻ്റെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ വന്നത് ഈ 4 ആണ്. ഇത് കൂടാതെ SI മെയിൻസിൻ്റെ എക്സാം ഡേറ്റും കൂടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ SI മറ്റേ നോർമൽ SI ഉണ്ടല്ലോ, നോർമൽ SI, അതുപോലെ തന്നെ ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ, അതുപോലെ തന്നെ എല്ലാം SI ആയിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാം മിനിസ്റ്റീരിയൽ വിഭാഗം എല്ലാം സെയിം തന്നെയാണ് കേട്ടോ. ഒരേ ദിവസം തന്നെയാണ് എക്സാം. അതായത് 26/9/2024 വ്യാഴാഴ്ചയാണ് എക്സാം. 26/9/2024 വ്യാഴാഴ്ചയാണ് എക്സാം. അതുപോലെ തന്നെ കൺഫർമേഷൻ എൻ്റെ ആവശ്യമില്ല, കാരണം അത് മെയിൻസ് എക്സാമാണ്. കൺഫർമേഷൻ എൻ്റെ ആവശ്യമില്ല. അതുപോലെ നിങ്ങൾക്ക് ഹാൾ ടിക്കറ്റ് പ്രൊഫൈലിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ള ഡേറ്റ് 12/9/2024 മുതലാണ്. 12/9/2024 മുതൽ നിങ്ങളുടെ പ്രൊഫൈലിനകത്ത് ഹാൾ ടിക്കറ്റ് അവൈലബിൾ ആയിരിക്കും. അതുപോലെ 1.5 മണിക്കൂറാണ് എക്സാം. ഓക്കെ, ഇപ്പോൾ SIയുടെ എല്ലാം ഒരുപോലെ തന്നെയാണ് കേട്ടോ. നിങ്ങൾക്ക് നോക്കി ഇവിടെ മനസ്സിലാവും. 26/9/2024 തന്നെയാണ് എല്ലാ എക്സാം. SI തന്നെ KCP ഓപ്പൺ മാർക്കറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ ഉണ്ട്, സബ് ഇൻസ്പെക്ടർ പോലീസ് മിനിസ്റ്റീരിയൽ വിഭാഗമുണ്ട്. അങ്ങനെ എല്ലാം ഒരുപോലെ തന്നെയാണ് കേട്ടോ. ഇവിടെ നോക്കിയാൽ അറിയാം. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്തത്.
ഇപ്പം LDC ഒക്കെ അപ്ലൈ ചെയ്യാനുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക കേട്ടോ. അധികം സമയമൊന്നും കാണത്തില്ല. ഇപ്പോൾ അവസാനം അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ പറയാൻ പറ്റില്ല, ചിലപ്പോൾ മറന്നു പോകും. കാരണം അപ്ലൈ ചെയ്യാനുള്ള ടൈം കഴിഞ്ഞിട്ട് പിന്നീട് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ ആ കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ നാളെ മുതലാണ് 23 മുതലാണ്. 23 എന്ന് പറയുമ്പോൾ നാളെ മുതൽ നിങ്ങൾക്ക് കൺഫർമേഷൻ കൊടുത്ത് തുടങ്ങാം. ഓക്കെ.